പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമാവുകയാണ്. ലോകശക്തികൾ തമ്മിൽ പോർവിളിയും ആക്രമണവും തുടരുന്നു. എന്നാൽ ഇതിലെല്ലാം തന്നെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണ ജനവിഭാഗമാണ്. അത്തരത്തിൽ യുദ്ധം മനുഷ്യനൊരുക്കുന്ന ദുരിതത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നത്. തെക്കൻ ലെബനനിലെ ജനവാസ മേഖലകളിൽ ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. തെക്കൻ ലെബനനിലെ യോമോറിലാണ് സംഭവമുണ്ടായത്. വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതിനെ തുടർന്നുണ്ടായ സ്ഫോടനത്തിൽ 2 വീടുകൾക്കും കാറിനും തീപിടിച്ചതായാണ് വിവരം. ഹ്യൂമൻ റൈറ്റ്സ് വിഭാഗവും സിവിൽ ഡിഫൻസ് വിഭാഗവുമാണ് ഈ വാർത്ത സ്ഥിരീകരിച്ചത്. ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിൽ വൈറ്റ് ഫോസ്ഫറസ് പ്രയോഗിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് വ്യക്തമാക്കി. എന്തായിരുന്നു ലെബനനിൽ ഇസ്രയേൽ നീക്കം? വൈറ്റ് ഫോസ്ഫറസ് എങ്ങനെയാണ് മനുഷ്യരാശിക്ക് പ്രശ്നം സൃഷ്ടിക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ഞാൻ അമ്മു. 7 ചിത്രങ്ങൾ പരിശോധിച്ചും സ്ഥലങ്ങൾ കൃത്യമായി അടയാളപ്പെടുത്തിയുമാണ് ഇസ്രയേൽ നിരോധിക്കപ്പെട്ട ആയുധം ഉപയോഗിച്ചു എന്നാണ് മനുഷ്യാവകാശ സംഘടന സ്ഥിരീകരിച്ചത്. യഹ്മോർ ഉൾപ്പെടെയുള്ള തെക്കൻ ലെബനനിലെ നിരവധി ഗ്രാമങ്ങളിലെ താമസക്കാരോട് ഒഴിയാൻ ഇസ്രയേൽ സൈന്യം മുന്നറിയിപ്പ് നൽകി. മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായതും. എന്നാൽ ആക്രമണ സമയത്ത് അവിടെ സാധാരണക്കാർ ബാക്കി ഉണ്ടായിരുന്നോ അതോ ആർക്കെങ്കിലും പരിക്കേറ്റോ എന്നോ സ്വതന്ത്രമായി സ്ഥിരീകരിക്കാൻ ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഹിസ്ബുള്ളയുമായി മുൻപ് നടന്ന ഏറ്റുമുട്ടലുകളിലും ഇസ്രയേൽ ഇത്തരത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചിരുന്നതായി ആംനസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻപ് ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. 2023 ഒക്ടോബർ 10 ഗാസയിലും 11 ലെബനനിലും ഇസ്രയേൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ച് സ്ഫോടനം നടത്തിയതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പറഞ്ഞു. സ്ഫോടനത്തിന്റെ വീഡിയോകൾ സഹിതം കാണിച്ചായിരുന്നു ഹ്യൂമൻ റൈറ്റ്സിന്റെ പ്രതികരണവും പുറത്തു വന്നത്. നിരോധിത രാസായുധമായിട്ടും വൈറ്റ് ഫോസ്ഫറസ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാർത്തകളിൽ സജീവമാണ്. യുക്രൈനിൽ റഷ്യ നടത്തുന്ന യുദ്ധത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചെന്ന ആരോപണം പണ്ടുമുതലേയുണ്ട്. തായ്ലൻഡ് മിലിറ്ററി തങ്ങൾക്ക് നേരെ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചു എന്നായിരുന്നു കംബോഡിയയുടെ ആരോപണം. കംബോഡിയയും തായ്ലൻഡും തമ്മിൽ ഉടലെടുത്ത യുദ്ധത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. തായ് സൈന്യം ആദ്യം ഈ ആരോപണം നിഷേധിച്ചെങ്കിലും പിന്നീട് ഇതിൽ വ്യക്തതയില്ലാത്ത പ്രതികരണങ്ങൾ വാർത്തയിൽ ഇടം പിടിക്കുകയും ചെയ്തു. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഫോസ്ഫറസ് ആണ് ഈ ആയുധത്തിന്റെ പ്രധാന ഭാഗം. കത്തിത്തുടങ്ങിയാൽ 800 ഡിഗ്രിക്ക് മേൽ ഉയർന്ന താപനിലയിൽ കത്താൻ ഇതിന് സാധിക്കും. ഓക്സിജനുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ സ്വയം കത്തുന്ന രാസവസ്തു ആയതിനാൽ 100 കണക്കിന് ചതുരശ്ര കിലോമീറ്റർ ഭാഗത്ത് കത്താൻ വൈറ്റ് ഫോസ്ഫറസ് ഇടയൊരുക്കും. ഫോസ്ഫറസ് പെന്റോക്സൈഡ് പോലുള്ള രാസവസ്തുക്കൾ ഇതിന്റെ ഉപോൽപ്പന്നമായി ഉടലെടുക്കാം. ആർട്ടിലറി ഷെല്ലുകളിലും ബോംബുകളിലും റോക്കറ്റുകളിലുമാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. വീടുകൾക്കും കൃഷിയിടങ്ങൾക്കും തീപിടിക്കാൻ ഇത് കാരണവുമാകാറുണ്ട്. ഇതിനേക്കാൾ ഭയാനകമായി വളരെ വേദനാജനകമായ മരണവും അതിഗുരുതരമായ പരിക്കുകളും ഇതുമൂലം സംഭവിക്കാം. മനുഷ്യ ശരീരത്തിൽ അസ്ഥികളോളം എത്തുന്ന അതിശക്തമായ പൊള്ളലുകൾ സൃഷ്ടിക്കാൻ ഇതിന് ശേഷിയുണ്ട്. കൂടാതെ അണുബാധകൾക്കും ആന്തര അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുന്നതിനും ശ്വാസതടസ്സത്തിനും ഇത് കാരണമായേക്കാം. വില്ലി പീറ്റർ എന്ന വിളിപ്പേരിലാണ് സൈനികർക്കിടയിൽ വൈറ്റ് ഫോസ്ഫറസ് അറിയപ്പെടുന്നത്. 1916 ഒന്നാം ലോക യുദ്ധത്തിനിടെ ബ്രിട്ടീഷ് സൈന്യമാണ് വൈറ്റ് ഫോസ്ഫറസ് ഗ്രനേഡുകൾ ആദ്യമായി കൊണ്ടുവന്നത്. US ജാപ്പനീസ് സേനകളും ഇക്കാലയളവിൽ ഇത് ഉപയോഗിച്ചിരുന്നു. കൊറിയ വിയറ്റ്നാം യുദ്ധങ്ങളിലും ഇവ ഉപയോഗിച്ചിരുന്നു. വിയറ്റ്നാമിൽ വിയറ്റ്കോങ് ഗറില്ലകൾ ഉപയോഗിച്ചിരുന്ന ഭൂഗർഭ ടണലുകളിൽ ഇതിട്ട് കത്തിച്ച് ഓക്സിജൻ വലിച്ചെടുക്കുന്ന രീതി US സേനയ്ക്കുണ്ടായിരുന്നു. US ഇറാഖിൽ നടത്തിയ യുദ്ധത്തിൽ ഈ ആയുധം ഉപയോഗിച്ചെന്ന ആദ്യം റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും US സേന അത് നിഷേധിച്ചിരുന്നു. എന്നാൽ പിന്നീട് അവർ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു. വൈറ്റ് ഫോസ്ഫറസിനെ ഒരു രാസായുധമായി രാജ്യാന്തര കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ പരിഗണിച്ചിട്ടില്ല. ഇവയുടെ പ്രധാന ലക്ഷ്യം പുകപടലങ്ങൾ കൊണ്ട് ഒരു മേഘമൊരുക്കി താഴെയുള്ള ഗ്രൗണ്ട് ഫോഴ്സുകളെ വ്യോമാക്രമണങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും സംരക്ഷിക്കുക എന്നതാണ്. ജനവാസ മേഖലയിൽ ഇവ ഉപയോഗിക്കുന്നതിന് ജനീവ കൺവെൻഷനും വിലക്കിയിട്ടുണ്ട്. ഇപ്പോൾ ലെബനനിൽ നടത്തിയ ആക്രമണം അത്യന്തം ആശങ്കാജനകമാണെന്നും സാധാരണക്കാർക്ക് ഇത് വലിയ ദുരന്തങ്ങൾ സമ്മാനിക്കുമെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിലെ ലെബനൻ ഗവേഷകർ പറയുന്നുണ്ട്. എന്നാൽ ഇസ്രയേൽ സൈന്യം ഈ റിപ്പോർട്ടുകളോട് ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. വൈറ്റ് ഫോസ്ഫറസ് ആളുകളെ ലക്ഷ്യം വെക്കാനല്ല, മറിച്ച് എതിരാളികളുടെ കാഴ്ച മറയ്ക്കാനോ ശ്രദ്ധ തിരിക്കാനോ ഉള്ള പുകമറകൾ സൃഷ്ടിക്കാനാണ് തങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് മുൻപും ഇത്തരം സാഹചര്യങ്ങളിൽ ഇസ്രയേൽ നൽകിയ വിശദീകരണത്തിൽ ഉണ്ടായിരുന്നു. ആക്രമണവും യുദ്ധമുറകളും തുടരുമ്പോൾ സാധാരണ ജനത ഇനി എന്തെല്ലാം പ്രത്യാഘാതങ്ങൾ അനുഭവിക്കണമെന്നത് ഒരു പ്രധാന ചോദ്യം തന്നെയാണ്.